ടു ഗാലറി വിഷൻ മീഡിയ. ഇന്ന് എന്റെ കൂടെയുള്ള രണ്ട് ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇല്ല ഞങ്ങള് UAR സ്വന്തം, ഇൻസ്റ്റാഗ്രാമിന്റെ സ്വന്തം, നമ്മുടെ മലയാളികളുടെ സ്വന്തം മൊട്ടക്കാക്കയും മുഞ്ചക്കാക്കയും. ഞാൻ മാത്രം കൈയടിക്കാണ്ടിരിക്കണ്ടല്ലോ. എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു ആഗ്രഹം എന്താന്ന് അറിയോ, നിങ്ങളെ മൊട്ട തലേന്ന് തൊട്ടോക്കണം. അലർജി അയ്യോ പറ്റില്ല, നല്ല മൊട്ട. തലന്റെ ഉള്ളിലൊന്നും ഇല്ലാത്തോണ്ട് പുറത്തേക്കൊന്നും തലയുടെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഭിത്തിയിലോട്ട് അത്യാവശ്യം വിദ്യാഭ്യാസം എനിക്ക് ഉണ്ടിച്ച മുപ്പരാളപ്പ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറയാലോ, വേറെ വല്ല നല്ല പഠിക്കും പോവായിരുന്നു. അതായത് എക്സ്ക്യൂസ് മീ, സൈലന്റ്. ചോദിച്ചോളൂ. ഇവിടെ ഞാൻ ചോദിക്കും, നിങ്ങൾ പറയും. അങ്ങനെയാണോ? ഞങ്ങൾ വന്നോടത്തുനിന്ന് അങ്ങനെയല്ലായിരുന്നു. നിങ്ങളെ കാണുമ്പോ ഇല്ലേ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ടൈമില് നിങ്ങൾ എന്തെങ്കിലും ഒരു കുറച്ച് കണ്ടാ മതി, പിന്നെ നമ്മളത് ഓഫ് ചെയ്ത് പോകും. നീ പോട്ടെ, വിളിച്ചെടുത്ത അങ്ങോട്ട് വെടിവെച്ച് കൊല്ലലായിരുന്നു. ഭയങ്കര രസാ, സത്യമായിട്ടും രസാ. ഓഫ് ചെയ്ത് പോണത് ഞാൻ വെറുതെ പറഞ്ഞു. നിങ്ങൾ ഇത്ര നേരം എനിക്കിട്ട് വെക്കുന്നു, ഞാൻ കുറച്ച് അങ്ങോട്ട് വെക്കട്ടെ. നല്ലൊരു ഇന്നത്തോടുകൂടി ദിവസം അവസാനിക്കണല്ലോ. ചെയ്യാത്ത ഞാൻ ഇഞ്ച് ചെയ്ത് ഷൂട്ട് ഞാനല്ല, അപ്പോഴേ ഞാൻ പറഞ്ഞാ അത് എത്രേ വരുള്ളൂ, ഇഞ്ച് ചെയ്തൊന്നും വരണ്ടെന്നുള്ളത് കേട്ടില്ല. അവന് കാൽ മറ്റേ നിൽക്കണോ? ഒന്നില്ല, എന്തായാലും കഷ്ടപ്പെട്ട് വന്നാലും ഒന്ന് നീറ്റ് നിന്നാ ഞാൻ പാനെ പിടിച്ച് വിളിക്കും. നീപ്പിക്കണട്ടാ, ലുക്ക് ഉണ്ടാ. സൂപ്പർ. നീ സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ പഠിച്ചു വെച്ച കാര്യങ്ങളാ. എന്ത് മറക്കൂല? അല്ലെങ്കിൽ മറന്നു പോകും. നിങ്ങളുടെ വീഡിയോ കാണുമ്പോ നമുക്ക് എന്തൊരു സന്തോഷം സമാധാനം. ഒരു വട്ടം പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ, പണിത് ചെയ്യാൻ നിർത്തി. സന്തോഷ സമാധാനം അത് 10 പ്രാവശ്യം പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയാം. ചവിട്ടി തോത്തല് ശരിക്കില്ലേ ഈ മൊട്ടക്കാക്ക എന്നുള്ളത് ഇനി ഭാവിയിൽ മുടി വളർന്ന എന്ത് ചെയ്യും? അതിന് മുടി വന്നാലല്ലേ ഞാൻ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഹെയർ പ്ലാന്റേഷൻ അത് ഫ്രീ ആയിട്ട് ചെയ്തുതരാന്ന് പറഞ്ഞു. അല്ല ചെയ്തുതരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അല്ല വന്നു കഴിഞ്ഞാല് അങ്ങനെ മുടി എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂപ്പരാളെ നീ പറഞ്ഞ പോലെ എന്താ വിളിക്കുക? മുടിയങ്കാക്കൊക്കെ വേറെ അർത്ഥമുണ്ട്. ശരിക്കും അല്ല, വളരെ പേഴ്സണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. മൊട്ടയാണോ കഷണ്ടിയാണോ? മൊട്ടയാണ്. അങ്ങനെ പറഞ്ഞാ പോരെയത്. പക്ഷെ നോക്കണേ, അതാണ് നമ്മള് എന്താ പറയാ മാർക്കറ്റിംഗ് എലമെന്റ്. അതായത് മുടി ചെറുതായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അത് മുട്ടയടിച്ച് ഞാൻ അതൊരു ബ്രാൻഡാക്കി. അതിനൊരു പേര് ഞാൻ എനിക്കിട്ട പേരാണ്, എനിക്കിട്ട പേര് ഇവനിട്ടാണ്. എത്ര അത് മൊട്ടക്കാക്കയിലും ഒരുപാട് ടാ ഉണ്ടല്ലോ, അതുകൊണ്ട് ടാക്കൊരു മയം വേണ്ടാതെ പൊട്ടനല്ല മൊട്ടയെ. അല്ല സത്യമാണ്, ഞാൻ സത്യം മാത്രം വിളിച്ചോ. ശരിക്കും അടുത്ത ആരോ ചോദിക്കുന്നത് കേട്ട് നിങ്ങളെ മുടിയും വിഗ് ആണോന്ന്. ആണ്. പറിച്ചു നോക്കിക്കോളൂ. അതിന്റെ ഇടയിൽ നരച്ച മുടി വരണ്ട് ഇവിടെ. ഇന്ന് എന്തൊക്കെയാ ചെയ്തിട്ട് പോന്നിക്കണ അറിയോ? ഇന്ന് മുടി വെട്ടി, ഒന്നാമത് കണ്ണുമ്മ സത്യം എന്നെക്കാട്ടി മുന്നേ മൂപ്പരാളെ കുളിച്ചത്. ഞാൻ പിന്നെ ഡെയിലി കുളിയുള്ള പുതിയതായിട്ട് മനസ്സിലാവില്ലല്ലോ. നമ്മള് രണ്ടാളെ സെറ്റ് ഇട്ടാ. അല്ല ശരിക്കും ആരോ ഇത് ചോദിക്കണ്ടായി. എന്നോട് പല്ല് ഒറിജിനലാണ്, മൂക്ക് ഒറിജിനലാണ്, മൂക്ക് എന്താ വളഞ്ഞിരിക്കണത്. ഇതിപ്പോ ഇന്നലെ എന്താണ് കടന്നലും ഉമ്മച്ചാണത്. ശരിക്കും പറഞ്ഞ കടന്നലും വരെ അവന് ഇഷ്ടമല്ല. ഉമ്മ ഒക്കെ ഇഷ്ടമില്ലാത്തതാ. എന്ത് ഇതിവിടെ കണ്ണിലിവിടെ ജസ്റ്റ് ഒന്ന് ഉമ്മ ആണോ? കണ്ണുക്കുരു സോക്കടല്ലോ. കണ്ണുക്കുരു പറഞ്ഞ വരുമോ തിരിച്ചു? ഞാൻ ഇന്നെ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ഓക്കെ, എന്തായാലും അതവിടെ അങ്ങനെ നിൽക്കട്ടെ. കയ്യിലിരിപ്പിന് കിട്ടിയതാണ്. എവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി? അല്ല മൂത്രാളപ്പല്ല കാര്യം മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് പറയരുത്. കുടുങ്ങി ആകെ പറയരുത്. അത് പറഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചോദിച്ചോളൂ. യു ക്യാൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻ. ഓക്കെ.